എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറിയാമസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിൽ ഒരു റൂബിക്ക് അച്ചാറാണ്. ചിലയിടത്തിന് ചീമനെല്ലിക്കാന്നും ലൗലേലിക്കാന്നും ഒക്കെ പേര് പറയൂട്ടോ. അപ്പൊ എന്താണല്ലോ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പൊ അത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ എന്താണല്ലോ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വേണം നല്ല കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് ചീമനെല്ലിക്കയാണ്. നല്ല പഴുത്തായിരിക്കണം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കടുക്, ഇത് വറക്കാനുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടിയാണ്, ചുമന്ന മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇത് കാന്താരി കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ സാധാരണ എല്ലാവരും അച്ചാറിന് ചേർക്കുന്ന സാധനങ്ങളാണ്. പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കായപ്പൊടിയും. പിന്നെ ഞാനിവിടെ നല്ലെണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത്. നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിടാണ് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വിനേഗറും, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചീമനെല്ലിക്ക അല്ലെങ്കിൽ ഔലോലിക്ക അച്ചാറിന് വേണ്ടിയിട്ട് വേണ്ടത്. കണ്ടോ, ആ നെല്ലിക്കാക്കുട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ചുമന്ന് തുടുത്ത് നല്ല തുടാന്നായിരിക്കുന്നത്. അത് ഉപ്പും കൂട്ടിയോ തിന്നിട്ടുണ്ട്. എന്താ ടേസ്റ്റ് ആണെന്നറിയോ? ആദ്യം നമ്മൾ നല്ലൊരു ഉപ്പ് തിരുമ്മി വെക്കണം. ഉപ്പ് തിരുമ്മി വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, നന്നായിട്ട് വരയണം. ഇത് വരഞ്ഞിട്ട് വേണം ഉപ്പ് തിരുമ്മി വെക്കാൻ, അല്ലെങ്കിൽ ഇത്തെ പിടിക്കത്തൊന്നും ഇല്ല കേട്ടോ. കാരണം എന്നിട്ട് വേണം ഇത് നമ്മളൊരു അപ്പപാത്രത്തിനകത്ത് അടച്ചു വെച്ചിരുന്ന് ആവിക്ക് വെച്ചൊന്ന് വേവിച്ചിടും. കണ്ടോ, അത് വരഞ്ഞത് കൊണ്ട് കണ്ടോ, അത് നന്നായിട്ട് പൊട്ടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ വിണ്ടു വരണം. നമ്മൾ വെള്ളത്തിനകത്തിട്ട് വേവിക്കരുത്, ഇതിനകത്ത് വെള്ളം കയറ്റരുത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നോക്കിയേ, നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് തുറന്ന് നോക്കണം ഇതായിട്ടുണ്ടോന്ന്. അപ്പം ശരിക്കും നല്ല പൊട്ടി വിടർന്ന് വന്നാൽ സെറ്റ് ആവുള്ളൂ. വീണ്ടും ഞാൻ ഒന്നുകൂടെ ആവിക്ക് വെച്ച് കണ്ടോ, നല്ല റെഡ് കളറൊക്കെ ഉള്ള നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ നോക്കി. നല്ല പൊട്ടി വന്ന് ഈ പരുവാണ് വേണ്ടത്. ചെറുതായിട്ടൊന്ന് ഞെങ്ങ് കൊള്ളണം, അത് ഭയങ്കരമായിട്ട് കട്ടിക്കിരിക്കരുത്. ഇനിയാണ് നമ്മുടെ അച്ചാറിൻ്റെ ശരിക്കുള്ള പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന് ശേഷം ഇതങ്ങ് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം. ചൂടൊക്കെ ആറണം. ചൂടാറുന്നതിന് മുമ്പ് കൊണ്ട് കൈയൊന്നും കയറ്റി ഇട്ടേക്കരുത്. അതിനുശേഷം നന്നായിട്ടൊരു പാന് വെച്ച് നന്നായിട്ട് ചൂടാക്കണം. പാനോ ചീനിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് അങ്ങ് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ നല്ലെണ്ണക്കുട്ടനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ എടുക്കുന്ന വേറൊന്നും കൊണ്ടല്ലേ, അച്ചാറൊക്കെ ചീത്തയായിട്ട് പോയിരിക്കുന്ന ഏറ്റവും നല്ല നല്ലെണ്ണയാണ്. ചിലർ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കും, പക്ഷെ എനിക്ക് അതിനോട് അത്ര താല്പര്യമൊന്നുമില്ല. കാരണം ആവശ്യമുള്ള നല്ലെണ്ണ ഒഴിക്കണം. ഈ നല്ലെണ്ണയിലാണ്, കാരണം നല്ലെണ്ണ ഒഴിച്ചു വെക്കണ ഈ കുറെ കാലം ഇത് കേടുകൂടാതിരിക്കും. നമ്മൾ പെട്ടെന്ന് കുറെ അംഗങ്ങളൊക്കെയുള്ള വീട്ടിലാണ് കുഴപ്പമില്ല, പെട്ടെന്ന് അച്ചാർ തീരും. പക്ഷെ അല്ലാതെ 2-3 പേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ അച്ചാർ പെട്ടെന്ന് തീരത്തില്ല. അപ്പോൾ ഇത് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും, 2-3 ദിവസം ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഇത് കേടായി പോത്തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലെണ്ണയ്ക്കകത്ത് വേണം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇച്ചിരി കടുകും കിട്ടും. കടുകുറ എന്ന് പറയുന്ന പോലെ കടുകൊക്കെ നല്ല പൊട്ടി മൂത്തങ്ങ് വരണം. കടുക് തിളച്ച എണ്ണയ്ക്കകത്തിടണ പെട്ടെന്ന് മൂത്ത് വന്നേനം. കേട്ടോ, കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മുടെ അടുത്ത ഐറ്റമായിട്ടുള്ള കറിവേപ്പിലേനെ അങ്ങ് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലേനെ ഇടണം. പിന്നെ അതിൻ്റെ ഉലുവ ഇടണം കേട്ടോ. കറിവേപ്പില മാത്രമല്ല, ഉലുവ ഇടണം. ഞാൻ ഇതിനകത്ത് ആദ്യം ഉലുവ കാണിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉലുവയുടെ കാര്യം മറന്നു പോയതാൽ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉലുവ ചേർക്കണം. ഇനി ഇതിനകത്ത് പൊടി ഇടുന്നവരുണ്ട്, പക്ഷെ ഞാൻ എന്താണെങ്കിലും ഇവിടെ പൊടിയല്ല ഇട്ടേക്കുന്നത്, കുറച്ച് ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പൊടി ഇടുവാണെങ്കിലും കുഴപ്പമില്ല, ആ ഉലുവയുടെ ഒരു ടേസ്റ്റൊക്കെ വരണമല്ലോ. പൊടി ഇട്ടാലും മതി. ഞാനിവിടെ എന്തായാലും പൊടിച്ചിട്ടൊന്നുമില്ല. അതും കൂടെ ശരിക്കും അത് ഒരു ബ്രൗൺ കളറാണ്, പക്ഷെ കരിഞ്ഞു പോരുത് ഒരു കാരണവശാലും ഉലുവ. അതിനുശേഷം നമ്മുടെ കറിവേപ്പില കൂട്ടരെ അങ്ങ് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് കണ്ടോ, ഇപ്പം എന്താണെങ്കിലും നോക്കിയാൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഉലുവയൊന്നും കരിഞ്ഞു പോകാതെ നോക്കണേ. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീ ഇച്ചിരി ഒന്ന് ഫ്ലെയിം ഒന്ന് ഇച്ചിരി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെ എല്ലാം കൂടെ കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ബാക്കി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം വെളുത്തുള്ളിയാണല്ലോ മൂക്കാനിച്ച് ബുദ്ധിമുട്ടുള്ള സാധനം. ഇതെന്തൊക്കെയാണെങ്കിലും ഈ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും നന്നായിട്ട് വഴണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ചിലർക്ക് ഇങ്ങനെ പച്ചയ്ക്ക് കടിച്ച് കിടക്കുന്നതായിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്കെന്താണല്ലോ അതിനോട് താല്പര്യമില്ല. അതിനുശേഷം നമ്മുടെ ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുത്തു. ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമ്മുടെ എത്രമാത്രം ചീമനെല്ലിക്ക എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വെളുത്തുള്ളി ഇതൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഓവറായിട്ടൊന്നും എടുക്കാനൊന്നും വേണ്ട. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം. നമ്മൾ കാന്താരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. കാന്താരിയൊക്കെ എത്ര ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ കാന്താരിയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും പഴകി കഴിയുമ്പോഴത്തേനും ആ ചീമനെല്ലിക്കകത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റിങ് വരും. അത് ആ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു പിടി പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്താണെങ്കിലും. ഇതിന് ശേഷം കണ്ടോ, ഇപ്പം ഏകദേശം കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ പോലെ ആകണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ്. കാരണം ഇതിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ ആ നെല്ലിക്കയ്ക്ക് എത്തേക്ക് അങ്ങ് ഇറങ്ങണമെങ്കിൽ, കാരണം കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇത് നമ്മൾ അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്നൊന്നും അങ്ങനെ എടുത്ത് ഉപയോഗിക്കരുത്. അതൊരു കുറച്ച് ദിവസം അങ്ങ് ഇരുന്ന് കഴിയുമ്പോഴാണ് അത് സെറ്റാകുന്നത്. പഴങ്ങുന്തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് അച്ചാറിൻ്റെ അവസ്ഥ. കണ്ടോ, ഇതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ടേക്കുന്നത്. പക്ഷെ ഞാനിക്ക് ഇവിടെ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് സാധാ
മുളക് പൊടി ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അച്ചാർ പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അച്ചാർ പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. നമ്മൾ ഉപ്പിട്ടാൽ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉപ്പ് കൂടത്തില്ല. നമ്മൾ വേറെ ഇതിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രം ഇടാവുള്ളൂ. മൊത്തം കൊട്ടിക്കുടഞ്ഞിടല്ലേ, ലാസ്റ്റ് പണിയാകും. പിന്നെ നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. കായത്തിന്റെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും. പിന്നെ ബ്രാഹ്മൺസിന്റെ അച്ചാർ പൊടിയൊക്കെ മേടിക്കണം. അതിനകത്ത് നല്ല കായത്തിന്റെ ഫ്ലേവറൊക്കെ കാണും. നല്ല പൊടിയാത്. എന്താണ് ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഉലുവ പൊടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു, പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കാമായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് വിനേഗർ ഒഴിച്ചു കൊടുക്കണം. ചിലടത്ത് ചുരക്കാന്നൊക്കെ പറയും. ആ സാധനം കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് വേണം. വിനാഗിരിയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാർ കേടുകൂടാതിരിക്കും. സാധാരണ ചിലർ ഇത് തിളപ്പിക്കില്ല, കാരണം അവസാനം ഇട്ട് കൊടുക്കും. പക്ഷെ ഞാൻ ഈ വിനാഗിരിയൊക്കെ തിളപ്പിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വെള്ളത്തിൻ്റെതൊരു അംശം കാണില്ല. കാരണം ഈ അച്ചാറിടുമ്പോൾ അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഇല്ലെങ്കിൽ അധിക കാലം ഇരിക്കുകയും ചെയ്യും, കേടുകൂടാതെ പൂക്കാതൊക്കെ ഇരിക്കുകയും ചെയ്യും. എൻ്റെ കയ്യിലാണ് ഇപ്പോൾ 2 വർഷമായ അച്ചാർ വരെ ഉണ്ട്. കാരണം അത്ര ലാസ്റ്റ് ചെയ്യുന്ന അച്ചാറുണ്ട്. നെല്ലിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. നമ്മൾ പച്ച കളർ ഇട്ടാൽ അവസാനം അത് നല്ല ഡാർക്ക് കളറായിട്ട് വരും, ബ്ലാക്ക് കളറായിട്ട് വരും. അതേപോലെ ഇരിക്കും കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും. ഇപ്പം കണ്ടോ എന്താളും ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി വരണം ഇത്. ആ വിനാഗിരി ഇതെല്ലാം കൂടെ സെറ്റായി. അതിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റമായ നെല്ലിക്ക കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങ് ഇളക്കണം. അധികം അങ്ങ് ഇളക്കി അങ്ങ് പൊടിക്കരുത്. ഒരു പതുക്കെ ഒരു സ്ലോ മോഷനിൽ ഇളക്കണം. നിങ്ങളുടെ ഉള്ള ബലം മൊത്തം അത്തേ പ്രയോഗിക്കരുത് കേട്ടോ. അത് അധികം പൊടിഞ്ഞു പോവാതെ നല്ല സെറ്റായിട്ട് ഇളക്കി ഒന്ന് കൂട്ടണം. ഇനി അധികം പണിയൊന്നുമില്ല. നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണം. ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കേണ്ടതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം സെറ്റപ്പാ. പിന്നെ ഇത് വരയാനും ഇച്ചിരി സമയം എടുക്കും കേട്ടോ. കറുമുറാന്നങ്ങ് അങ്ങ് വരഞ്ഞു വിട്ടണം കത്തിക്ക് അങ്ങോട്ട്. എന്നിട്ട് വേണം, എന്നാലും അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പൊക്കെ പിടിക്കുള്ളൂ. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം വീണ്ടും ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഉപ്പൊക്കെ നോക്കണം എല്ലാവരും അച്ചാറിന് ഒരു ഇച്ചിരി ഉപ്പ് മുമ്പിൽ നിന്നാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അച്ചാറിന് ഉപ്പ് കുറവാണെങ്കിൽ ഒരു ടേസ്റ്റും വരത്തില്ല. അതിൻ്റെതായ ഒരു അച്ചാറിന് ഇതിൻ്റെതായ കൂട്ടുമ്പോൾ ഒരു ഫീല് വരണമെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ മുമ്പോട്ട് നിൽക്കണം. ഇപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നിന്ന് തിളയ്ക്കണം കണ്ടോ. നമ്മുടെ നല്ലെണ്ണ ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ. കാണുമ്പോൾ നിങ്ങളുടെ വായിക്കത്ത് വെള്ളം ഊർന്നില്ലെന്ന് നോക്കി. ഇത് കിട്ടാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് ഇട്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ഇട്ട് ഇട്ട് വെക്കുവാണെങ്കിൽ ആരും പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് ഒരു കൂട്ടം കറിയൊക്കെ ഉള്ളെങ്കിൽ ആ കൂടെ അച്ചാറും കൂടെ കൊടുക്കുവാണെങ്കിൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ തന്നെ ഇതൊരു സംഭവം മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. ഇതിൻ്റെ ആ പുളി എരിവും എല്ലാം കൂടെ. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് 2 കറിയാപ്പലൊക്കെ ഇട്ട് അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഇരിക്കുന്നുണ്ടോ, അവൻ്റെ ഇരിപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേന്ന് നോക്കിയേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.